വീട് പണിയുന്ന കാര്യം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ഗോഡൻ പണിയുന്ന പോലെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുന്ന പോലെ ഒന്നും അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആ വീട് താമസിക്കുന്ന ആളുകൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ വീടിനൊരു ജീവൻ വേണം, നല്ല രീതിയിൽ വെന്റിലേഷൻ വേണം, ലൈറ്റിംഗ് വേണം. ആ വീട് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷം ഉണ്ടാവണം. ഒരു ആർക്കിടെക്റ്റിന് മാത്രമുള്ള അതിനെ ജീവൻ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നോർമലി ഒരു ഡിസൈനറോ കാര്യങ്ങളോ ഒരു വീട് പണി ഡിസൈൻ ചെയ്ത് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു ആർക്കിടെക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം കൺസിഡർ ചെയ്യും. കൂടാതെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ എലമെന്റ്സ് വരും. പലർക്കും അവരുടെ വീട് എന്ന് വെച്ചാൽ ഒരു ഐഡന്റിറ്റി ആയി മാറുക എന്നുള്ളതാണ് എല്ലാവർക്കും ആഗ്രഹിക്കും. അപ്പോൾ യൂണീക്കായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഒരു വീട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതോടെയാണ് നമ്മൾ ആർക്കിടെക്റ്റിന്റെ ഹെൽപ്പ് എടുക്കേണ്ടത്. നമ്മുടെ ബജറ്റ്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ കംപ്ലീറ്റ് റിക്വയർമെന്റ്സ് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ആർക്കിടെക്റ്റ് അവൻ്റെ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയയിൽ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു കസ്റ്റമൈസ് ചെയ്ത, നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത ഒരു സാധനം, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ജീവനുള്ള വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആർക്കിടെക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എപ്പോഴും വർത്തായിരിക്കും.